ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് അക്ബർ ബീർബൽ സ്റ്റോറീസ് ഹിന്ദിയിലും മലയാളത്തിലും കേൾക്കാം. ഒരു ദിവസം അക്ബറിന്റെ മോതിരം നഷ്ടപ്പെട്ടു. ഏക് ദിൻ അക്ബർ കി അങ്കൂട്ടി ഖോ ഗയി. ഖോ ഗയി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം നഷ്ടപ്പെടുന്നതിനാണ് പറയാ. ഏക് ദിൻ ഒരു ദിവസം അക്ബറിന്റെ മോതിരത്തിന് അങ്കൂട്ടി എന്ന് പറയും. അങ്കൂട്ടി ഖോ ഗയി എന്ന് പറഞ്ഞാൽ മോതിരം നഷ്ടപ്പെട്ടു. ഏക് ദിൻ അക്ബർ കി അങ്കൂട്ടി ഖോ ഗയി. ഒരു ദിവസം അക്ബറിന്റെ മോതിരം നഷ്ടപ്പെട്ടു. ബീർബൽ രാവിലെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അക്ബർ പറഞ്ഞു, എന്റെ മോതിരം കളഞ്ഞുപോയി. സുബഹ് ജബ് ബീർബൽ മഹൽ മേ പहुंचे तो उन्होंने कहा मेरी अंगूठी खो गई. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, ജബ് എപ്പോഴാണോ, ബീർബൽ മഹൽ മേ പहुंचे. ബീർബൽ മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, കൊട്ടാരത്തിൽ പൗഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തിയത്. എപ്പോഴാണോ ബീർബൽ കൊട്ടാരത്തിൽ എത്തിയത്, ഉന്നോനെ കഹ, ഉന്നോനെ എന്ന് പറഞ്ഞാൽ രാജ, അക്ബർ നെ കഹ മേരി അങ്കൂട്ടി ഖോ ഗയി ഹെ, എന്റെ മോതിരം കളഞ്ഞു പോയിട്ടുണ്ട്. മേരി എന്റെ അങ്കൂട്ടി മോതിരം ഖോ ഗയി കളഞ്ഞുപോയി. സുബഹ് ജബ് ബീർബൽ മഹൽ മേ പहुंचे तो उन्होंने कहा मेरी अंगूठी खो गई है, എന്റെ മോതിരം കളഞ്ഞു പോയിട്ടുണ്ട്. എന്റെ അച്ഛൻ എനിക്ക് സമ്മാനമായി തന്നതാണ് അത്. മേരെ പിതാനെ ഇസേ മുझे ഉപഹാർ കെ രൂപ മേ ദിയാ താ. മേരെ പിതാനെ എന്റെ അച്ഛൻ, ഇസേ ഇതിനെ എന്ന് പറഞ്ഞാൽ മോതിരത്തെ, ഈ മോതിരം, മുझे എനിക്ക്, ഉപഹാർ കെ രൂപമേ, ഉപഹാർ എന്ന് പറഞ്ഞാൽ സമ്മാനം, രൂപമേ ദിയാ താ സമ്മാനമായി തന്നതാണ്. ഉപഹാർ കെ രൂപമേ ദിയാ താ എന്ന് പറഞ്ഞാൽ സമ്മാനമായി തന്നതാണ്. മേരെ പിതാനെ ഇസേ മുझे ഉപഹാർ കെ രൂപമേ ദിയാ താ, എന്റെ അച്ഛൻ എനിക്ക് സമ്മാനമായി തന്നതാണ് അത്. അത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കൂ. ഇസേ ഢൂണ്ഡ്നെ മേ മേരാ മദദ് കരോ. അപ്പം ബീർബലിനോട് അക്ബർ പറയാണ്, ആ മോതിരം കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കൂ. അത് എന്ന് പറയുന്ന മോതിരത്തിലാണ്. ഇസേ ഢൂണ്ഡ്നെ മേ, ഇതിനെ കണ്ടുപിടിക്കാൻ. ഢൂണ്ഡ്ന എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. മേരാ മദദ് കരോ, എന്നെ സഹായിക്കൂ. ഇസേ ഢൂണ്ഡ്നെ മേ മേരാ മദദ് കരോ, അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കൂ. ഇസേ ഢൂണ്ഡ്നെ മേ മേരാ മദദ് കരോ, ഇത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കൂ. ബീർബൽ പറഞ്ഞു, തിരുമേനി പേടിക്കേണ്ട. ബീർബലിനെ കഹ മഹാൻ ആപ്പ് ഡറോ മത്. തിരുമേനി എന്ന് പറയുന്നതിനാണ് ഇവിടെ മഹാൻ ഉപയോഗിച്ച്. രാജ എന്നും പറയാം, മഹത് എന്നും പറയാം. മഹാൻ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റോടു കൂടി പറയുന്ന, തിരുമേനി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഒരു ഹിന്ദി വേർഡില്ല. മഹാൻ, മഹത് എന്നൊക്കെ, മഹത് വ്യക്തി എന്നൊക്കെയാണ് അതിന് പറയാ. ആപ്പ് ഡറോ മത്, താങ്കൾ പേടിക്കേണ്ട. ബീർബലിനെ കഹ മഹാൻ ആപ്പ് ഡറോ മത്. ബീർബൽ പറഞ്ഞു, തിരുമേനി താങ്കൾ പേടിക്കേണ്ട. ഞാനിപ്പോൾ തന്നെ മോതിരം കണ്ടുപിടിച്ചു തരാം. മേ അബി അങ്കൂട്ടി ഢൂണ്ട്കർ ദൂങ്ക. മേ ഞാൻ, ഇപ്പോൾ തന്നെ, അബ് ഹി, അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അബ് ഹി ഇപ്പോൾ തന്നെ, അങ്കൂട്ടി മോതിരം, ഢൂണ്ട്കർ കണ്ടുപിടിച്ചിട്ട്, ദൂങ്ക തരാം. മേ അബി അങ്കൂട്ടി ഢൂണ്ട്കർ ദൂങ്ക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ മോതിരം കണ്ടുപിടിച്ചു തരാം. അബ് ഇപ്പോൾ. ഹി എന്ന് ഉപയോഗിക്കുന്നത് തന്നെ എംഫസൈസ് ചെയ്യണം. ഒരു പ്രത്യേക ടൈമിനെയോ പ്രത്യേക വസ്തുവിനെ എടുത്തു കാണിക്കുമ്പോൾ നമ്മൾ ഹി ഉപയോഗിക്കും. അബ് ഹി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, അങ്കൂട്ടി മോതിരം, ഢൂണ്ട്കർ ദൂങ്ക കണ്ടുപിടിച്ചു തരാം. ഞാൻ ഇപ്പോൾ തന്നെ മോതിരം കണ്ടുപിടിച്ചു തരാം. മേ അബി അങ്കൂട്ടി ഢൂണ്ട്കർ ദൂങ്ക. ബീർബൽ കൊട്ടാരത്തിന് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ബീർബലിനെ മഹൽ കെ ചാരോ ഓർ നസർ ദൗഡാക്കർ കഹ. ബീർബൽ മഹൽ കെ, മഹൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, കൊട്ടാരത്തിന്റെ ചാരോ ഓർ ചുറ്റുവട്ടം നോക്കുന്നതിനാണ് നമ്മൾ പറയുക ചാരോ ഓർ. എല്ലാ ഭാഗത്തേക്കും നോക്കില്ലേ, 4 കോർണറിലേക്കും നോക്കുക. ചാരോ ഓർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിശകളിലേക്കും. നസർ ദൗഡാക്കർ കഹ നോക്കിക്കൊണ്ട് പറഞ്ഞു. ബീർബലിനെ മഹൽ കെ ചാരോ ഓർ നസർ ദൗഡാക്കർ കഹ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. തിരുമേനിയുടെ മോതിരം ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ആപ്കി അങ്കൂട്ടി ഇസ് മഹൽ മേ ഹി ഹെ. ആപ്കി അങ്കൂട്ടി, തിരുമേനിയുടെ അല്ലെങ്കിൽ താങ്കളുടെ മോതിരം, അങ്കൂട്ടി മോതിരം, ഇസ് മഹൽ മേ, ഈ മഹൽ, ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്. ഹി ഹെ, ഹി എന്ന് പിന്നെ എംഫസൈസ് ചെയ്യണം. മഹലിൽ തന്നെ ഉണ്ടെന്ന് പറയാനാണ് ഹി അവിടെ ഉപയോഗിച്ചത്. ആപ്കി അങ്കൂട്ടി ഇസ് മഹൽ മേ ഹി ഹെ.
ഇവിടെയുള്ള ഒരു കൊട്ടാരക്കാരന്റെ കയ്യിൽ. അപ്പം ആരുടെ കയ്യിലുള്ള? ഇവിടെയുള്ള ഒരു കൊട്ടാരക്കാരന്റെ കയ്യിൽ. യഹാ ഏക് ദർബാരി കെ ഹാത്ത് മേ. കൊട്ടാരക്കാരന് ഹിന്ദിയിൽ പറയാ ദർബാരി എന്നാണ്. യഹാ ഇവിടെ, ഏക് ഒരു, ദർബാരി കെ ഹാത്ത് മേ ദർബാരിയുടെ കയ്യിൽ. ദർബാരി എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കാരൻ. ഇവിടെയുള്ള ഒരു കൊട്ടാരക്കാരന്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ അവിടെ ഇപ്പം പ്രസന്റ് ഉള്ള ഒരാൾക്കാർ, കൊട്ടാരത്തിൽ കുറെ ആൾക്കാരുണ്ടാവും, മന്ത്രി ഉണ്ടാവും, കുറെ മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരിൽ ഒരാളുടെ കയ്യിലാണ് ഈ മോതിരം എന്നാണ് പറയുന്നത്. യഹാ ഏക് ദർബാരി കെ ഹാത്ത് മേ. ഇവിടെയുള്ള ഒരു കൊട്ടാരക്കാരന്റെ കയ്യിൽ. ദർബാരി കൊട്ടാരക്കാരൻ. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ. ഹാത്ത് മേ കയ്യിൽ. താടിയിൽ വൈക്കോലുള്ള കൊട്ടാരക്കാരന്റെ കയ്യിലാണ് മോതിരം. അങ്കൂട്ടി ഏക് ദർബാരി കെ ഹാത്ത് മേ ഹെ ജിസ്കി ദാടി മേ തിൻകാ ഹെ. അങ്കൂട്ടി എന്ന മോതിരം ഏക് ദർബാരി കെ ഹാത്ത് മേ ഹെ. ഒരു ദർബാരിയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഒരു കൊട്ടാരക്കാരന്റെ കയ്യിലാണ്. ജിസ്കി ദാടിമേ, ആരുടെ ദാടിയിലാണോ, തിൻകാ ഹെ. തിൻക എന്ന് പറഞ്ഞാൽ ഉണക്കപ്പുല്ലിന്റെ എന്തെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചുള്ളിക്കമ്പ് അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ല്, അതിനൊക്കെ തിൻക എന്നാ പറയാ. നമ്മള് മലയാളത്തിൽ പറയണേ വൈക്കോലിന്റെ കഷ്ണം, പുല്ല് കഷ്ണം. അക്ബറിന്റെ മോതിരം മോഷ്ടിച്ച കൊട്ടാരക്കാരൻ വ ദർബാരി ജിസ്നെ അക്ബർ കി അങ്കൂട്ടി ചുരായി ഹെ. കണ്ടിന്യൂഷനെ സ്പ്ലിറ്റ് ആക്കിയിരിക്കുകയാണ്, ബാക്കി അങ്ങോട്ടുണ്ട്. ബ ദർബാരി, ആ ദർബാരി എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരക്കാരൻ. ജിസ്നെ അക്ബർ കി അങ്കൂട്ടി ചുരായി ഹെ, ആരാണോ അക്ബറിന്റെ മോതിരം കട്ടത്. ചുരാന എന്ന് പറഞ്ഞാൽ കക്കുക, കട്ടെടുക്കുക. ചുരായി ഹെ, ആരാണോ കട്ടെടുത്തത്. വ ദർബാരി ജിസ്നെ അക്ബർ കി അങ്കൂട്ടി ചുരായി എന്ന് പറഞ്ഞാല് ഏത് ദർബാരിയാണോ രാജാവിന്റെ മോതിരം കട്ടെടുത്തത്. പെട്ടെന്ന് സ്വന്തം താടിയിലൂടെ കൈയോടിച്ചു. ജൽദ് ഹി അപ്നി ദാടി പർ ഹാത്ത് ലഹായ. ജൽദ് ഹി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അപ്നി ദാടി പർ, അപ്നി ദാടി എന്ന് പറഞ്ഞാൽ സ്വന്തം താടിയിൽ. ദാടി എന്ന് പറഞ്ഞാൽ താടിക്കാണ് പറയാ, നമ്മളെ താടിയില്. അപ്നി ദാടി പർ ഹാത്ത് ലഗായ. ഹാത്ത് ലഗായ എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കി. അപ്പം ആ ഒരു സംശയമുള്ളവർക്കല്ലേ തൊട്ട് നോക്കണ്ടുള്ളൂ. അപ്പം എന്റെ പുല്ല് കണ്ടാൽ പിടിക്കോ, താടിക്കുള്ളിൽ കുടുങ്ങി കിടക്കുന്ന പുല്ല് കണ്ടാൽ പിടിക്കോ എന്നുള്ള സംശയം ഉണ്ടാവുക, കള്ളനായപ്പോഴും ഒരു സംശയം ഉണ്ടാവുക. ബീർബൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബീർബൽ ഇഹേ ദേഖ് രഹാ താ. ഇത്രയും പറഞ്ഞപ്പോ ആരാണോ താടിയിൽ തൊടുന്നത് അവരായിരിക്കും കള്ളൻ. അപ്പോ ബീർബൽ ഇത് പറഞ്ഞ ഉടനെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ബീർബൽ കണ്ടു ഈ മനുഷ്യനെ. ബീർബൽ ഇഹേ ദേഖ് രഹാ താ. ബീർബൽ ഇത് കാണുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരാണോ സ്വന്തം താടി തടവി നോക്കുന്നത് എന്നുള്ളത് ബീർബലിന് മനസ്സിലായി. ബീർബൽ പെട്ടെന്ന് ഈ കൊട്ടാരക്കാരനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ബീർബലിനെ അചാനക് എന്ന് പെട്ടെന്ന് ഇസ് ദർബാരിക്ക് ഓർ ഇഷാര കർക്കെ കഹ. ഇസ് ദർബാരി തന്നെ ഈ കൊട്ടാരക്കാരനെ ഇഷാര കർണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സൂചന കൊടുക്കുകയാണ്, അങ്ങോട്ട് നോക്കിയിട്ട് അവനെ ചൂണ്ടിയിട്ട് പറയുന്നതിനൊക്കെയാണ്. അതാ അവന്റെ കയ്യിലുണ്ടെന്ന്. ഓക്കെ. ബീർബൽ അചാനക് പെട്ടെന്ന് ഇസ് ദർബാരിക്ക് ഓർ ഇഷാര കർക്കെ ഇവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ നോക്കി കാണിച്ചിട്ട് നോക്ക് അവന്റെ കയ്യിലുണ്ട് എന്നുള്ളത് പറയാ. ബീർബൽ പെട്ടെന്ന് ഈ കൊട്ടാരക്കാരനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ബീർബലിനെ അചാനക് ഇസ് ദർബാരിക്ക് ഓർ ഇഷാര കർണ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് പറയാ, ഇഷാര കർണ. ഇയാളെ ചെക്ക് ചെയ്യൂ തിരുമേനി. തിരുമേനിയുടെ മോതിരം ഇയാളുടെ പക്കലുണ്ട്. ഇയാളെ ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞാല് ഇസ്കി ജാഞ്ച് കറോ, ഈ വ്യക്തിയെ ചെക്ക് ചെയ്യാനാ പറയുന്നത്. രാജാക്കി അങ്കൂട്ടി ഇസ്കെ പാസെ. തിരുമേനിയുടെ മോതിരം ഇയാളുടെ പക്കലുണ്ട്. രാജാക്കി അങ്കൂട്ടി എന്ന് പറഞ്ഞാല് രാജാവിന്റെ മോതിരം ഇസ്കെ പാസെ ഇയാളുടെ പക്കലുണ്ട്. ഒരാളുടെ അടുത്തുണ്ടെന്നുള്ള, അല്ലെ അയാളുടെ കൈവശം ഉണ്ടെന്നുള്ളതൊക്കെ പറയുന്നതാണ് ഇസ്കെ പാസ്. പാസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു അർത്ഥമുണ്ട്, നസ്ദീഖ് എന്നുള്ള അടുത്ത് നമ്മളെ അടുത്താരും വന്നിരിക്കുകയാണ് മേരെ പാസ് ബൈട്ടോ, അങ്ങനെ പറയും. ഈ പാസ് എന്നുള്ളത് പക്കൽ എന്ന് കാണിക്കാൻ, അയാളുടെ കൈവശം ഉണ്ടെന്നുള്ളത് കാണിക്കാനാണ് ഈ പാസ്. ഓക്കെ, രണ്ട് തരത്തിലും ഉപയോഗിക്കാം. ഒന്ന് കൈവശം ഉണ്ടെങ്കിൽ അറിയാം, ഒന്ന് എന്തെങ്കിലും നമ്മുടെ അരികെ കൊണ്ടുവച്ചാൽ അതിനും പാസ് എന്ന് പറയാം. ഇസ്കി ജാഞ്ച് കരോ, ഇവനെ ചെക്ക് ചെയ്യൂ. രാജാക്കി അങ്കൂട്ടി, രാജാവിന്റെ മോതിരം ഇസ്കെ പാസെ ഇയാളുടെ പക്കലുണ്ട്. അപ്പോ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു, ബീർബൽ എളുപ്പത്തിൽ കണ്ടുപിടിച്ച കളന. ബീർബൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് അക്ബറിന് മനസ്സിലായില്ല. അക്ബർക്കോ സമഞ്ജനിയാക്കി ബീർബലിനെ ഇസ്കി ഖോജ് കൈസേ കർലി. അക്ബർക്കോ സമഞ്ജനിയായ എന്ന് പറഞ്ഞാൽ അക്ബറിന് മനസ്സിലായില്ല. കി ബീർബലിനെ ഇസ്കി ഖോജ് കൈസേ കർലി, ബീർബൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്.
ഖോജ്ന എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഇസ്കി ഖോജ് ഇതിന്റെ കണ്ടുപിടുത്തം എങ്ങനെ ചെയ്തു എന്ന്. ഇതിന്റെ കണ്ടുപിടുത്തം എന്നാൽ മോതിരം കളഞ്ഞു പോയ വ്യക്തിയെ എങ്ങനെ കണ്ടുപിടിച്ചു. ഈ കാര്യം അക്ബറിന് മനസ്സിലായില്ല. അപ്പോൾ ബീർബൽ അക്ബറിനോട് പറഞ്ഞു. തബ് ബീർബലിനെ അക്ബർ സെ കഹ. ബീർബലിനെ അക്ബർ സെ കഹ എന്ന് പറഞ്ഞാൽ ബീർബൽ അക്ബറിനോട് പറഞ്ഞു. തബ് ബീർബലിനെ അക്ബർ സെ കഹ എന്ന് പറഞ്ഞാൽ അപ്പോൾ ബീർബൽ അക്ബറിനോട് പറഞ്ഞു. എങ്ങനെയാണ് ഇവൻ കണ്ടുപിടിച്ചത് എന്നുള്ള രീതി പറയാൻ നോക്കുകയാണ്. അക്ബർ സെ കഹ എന്ന് പറഞ്ഞാൽ അക്ബറിനോട് പറഞ്ഞു. ബീർബലിനെ അക്ബർ സെ കഹ എന്ന് പറഞ്ഞാൽ ബീർബൽ അക്ബറിനോട് പറഞ്ഞു. ഒരു കുറ്റവാളി എപ്പോഴും ഭയപ്പെടുന്നു. ഏക് അപരാധി ഹമേശ ഡറാ രഹത്താ ഹൈ. ഏക് അപരാധി, അപരാധി എന്ന് പറഞ്ഞാൽ കുറ്റവാളി, ഹമേശ എപ്പോഴും ഡറാ രഹത്താ ഹൈ പേടിച്ചുകൊണ്ടിരിക്കും. അയാൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. കുറ്റവാളിക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാകുന്ന എപ്പോഴാ പിടിക്കപ്പെടുക എന്നുള്ള ഒരു ഇതുണ്ടാകും. കുറ്റം ചെയ്യാത്തവർക്ക് ഒരിട്ടും ഭയം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും അവരുടെ മറ്റ് രീതികളിലൊക്കെ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ്, അതിനാണ് പറയുന്നത് ഒരു കുറ്റവാളി എപ്പോഴും ഭയപ്പെടുന്നത് പറഞ്ഞാൽ ഏക് അപരാധി ഹമേശ ഡറാ രഹത്താ ഹൈ. അയാൾ മാത്രം താടിയിൽ തൊട്ട് നോക്കി എന്തുകൊണ്ടാ? അയാൾക്കറിയാം അയാളാണ് കട്ടതെന്ന്. ഞാൻ വൈക്കോലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ താടിയിൽ കൈവച്ചതിന് കാരണം ഇതാണ്. ഞാൻ വൈക്കോലിന്റെ കാര്യം പറഞ്ഞില്ലേ. इसलिए वो अपने दाढ़ी में हाथ लगाया जब मैं दाढ़ी में तिनके के बारे में बताया तो. जब मैं എപ്പോഴാണോ ഞാൻ താടിയിൽ പുല്ല് കഷ്ണത്തിന്റെ കാര്യം പറഞ്ഞത്, തിൻകെ കെ ബാരെ മേ ബതായ തോ എപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത്, വോ അപ്പനെ ദാടി മേ ഹാത്ത് ലഗായ അയാൾ സ്വന്തം ദാടിയിൽ കൈവച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.